തോമസ് ഐസക്കിനോട് ചോദ്യങ്ങളുമായി ഷോൺ ജോർജ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയ്ക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ എന്നതാണ് ചോദ്യം. വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമിയം നോക്കി വിഷയം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കേണ്ട എന്നും ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഷോൺ ജോർജിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, മാർച്ച് അക്രമാസക്തമായിരുന്നോ? നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിത, എറണാകുളം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷോൺ ജോർജിന്റെ ഹൈക്കോടതിന് സമീപത്തുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഏകദേശം 100ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചിലുണ്ടായിരുന്നു. ചില പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി. കരിയോയിൽ ഉൾപ്പെടെ ഈ ഓഫീസിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മാർച്ച് അത്രത്തോളം അക്രമാസക്തമായില്ല. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ BJPക്ക് വേണ്ടി ഷോൺ ജോർജ് ഉന്നയിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തങ്ങൾ തീരുമാനിക്കും എന്നുള്ളൊരു നിലപാടാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അല്പസമയത്തിന്, ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് സമരം ഉണ്ടായത്. നിലവിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 1-2 പേരെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ കരിയോയിൽ ഒഴിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് ഉൾപ്പെടെ വീഴുന്നൊരു സാഹചര്യവും നിലവിലൂടെ ഉണ്ടായി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.